സ്വന്തം ഭരണ നേട്ടങ്ങളും കോൺഗ്രസിന്റെ ഭരണ പോരായ്മകളും വിളമ്പി രാജ്യത്തെ 78ാം സ്വാതന്ത്ര്യദിനം മോദി ആഘോഷമാക്കിയപ്പോൾ ചെങ്കോട്ടയിൽ നിന്നും രാഹുൽ പോയത് രാജ്യ തലസ്ഥാനത്ത് താമസിക്കുന്ന മണിപ്പൂർ ജനതയെ കാണാനാണ്. മോദി തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും രാഹുലുണ്ട് കൂടെയെന്ന് വീണ്ടും മണിപ്പൂരുകാർക്ക് ഒരു ഉറപ്പ് നൽകാൻ അയാൾക്ക് കഴിഞ്ഞു. അവർ അനുഭവിക്കേണ്ടി വന്ന സംഘർഷത്തെക്കുറിച്ചും പ്രിയപ്പെട്ടവരിൽ നിന്നും വേർപിരിയുന്നതിന്റെ വേദനയും കേട്ട ശേഷം രാഹുൽ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: അവർ ഇപ്പോഴും സ്വതന്ത്രരല്ല എന്ന്. മണിപ്പൂരിലെ സംഘർഷം അവരുടെ സമൂഹത്തിൽ ഏൽപ്പിച്ച ശാരീരികവും മാനസികവുമായ ആഘാതത്തെക്കുറിച്ചും അവർ സംസാരിച്ചുവെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രാഹുൽ എക്സിൽ കുറിച്ചിരുന്നു. ഇന്ത്യ സ്വാതന്ത്ര്യ ദിനം ആഘോഷമാക്കുന്ന വേളയിൽ രാജ്യത്തിന്റെ ദുരവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ രാഹുൽ ജനങ്ങളോട് ആവശ്യപ്പെട്ടു. മണിപ്പൂർ സന്ദർശിച്ച എത്രയും വേഗം സമാധാനപരമായ പരിഹാരത്തിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള നടപടി സ്വീകരിക്കാൻ രാഹുൽ പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിക്കുകയും ചെയ്തുകൊണ്ടാണ് രാഹുൽ തന്റെ എക്സ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി രാഹുൽ പറയുന്നുണ്ട്: ഉണ്ണാനും ഉടുക്കാനും നടക്കാനും സംസാരിക്കാനും അവകാശമുള്ള ഈ രാജ്യത്ത് സ്വന്തം മുഖം പുറത്ത് കാണിക്കാൻ പോലും ഭയപ്പെടുന്ന മണിപ്പൂരിലെ സഹോദരി സഹോദരന്മാരെ കുറിച്ച് ഓരോ നിമിഷവും ഭയന്ന് ജീവിക്കുക എന്നതാണ് അവർ നേരിടുന്ന കഠിനമായ യാഥാർത്ഥ്യം. മണിപ്പൂർ കലാപം കഴിഞ്ഞ 1.5 വർഷമായിട്ടും നരേന്ദ്രമോദി ഇതുവരെ അവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. പാർലമെന്റിൽ രാഹുലിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ നിൽക്കക്കളിയില്ലാതെ വന്നപ്പോഴാണ് മണിപ്പൂർ മുഖ്യമന്ത്രി ബീരേൻ സിംഗുമായി കൂടിക്കാഴ്ച നടത്തിയത്. എന്നിട്ടും യാതൊരു മാറ്റവും അവിടെ ഉണ്ടായില്ല. അതേസമയം രാഹുൽ മണിപ്പൂർ സന്ദർശിച്ചത് 3 തവണയാണ്. മൈക്കിലൂടെ പറയുന്നതല്ലാതെ തന്റെ പ്രവൃത്തിയിലൂടെ മോദി യാതൊരു മാറ്റവും രാജ്യത്ത് കൊണ്ടുവന്നിട്ടില്ല. സ്വതന്ത്രം അകലെയായിരിക്കുന്ന മണിപ്പൂരിൽ സമാധാനത്തിന്റെ ഒരു ചെറുതരി വെട്ടമെങ്കിലും ഉണ്ടാക്കാൻ മോദിക്കായില്ല, പക്ഷേ രാഹുലിനായി. അതാണ് മോദിയും രാഹുലും തമ്മിലുള്ള വ്യത്യാസം.